ശ്രീ പി എസ് പ്രശാന്ത്, ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുകയാണ്. അതിൽ ദുരൂഹത ഏറെ ബാക്കിയുണ്ടല്ലോ. ശ്രീ പി എസ് പ്രശാന്ത് എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാതി നൽകിയത് എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്ന ചില മറുപടികൾ ഇന്നലെയൊക്കെ നമ്മളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു വിശ്വാസയോഗ്യമായ പ്രതികരണം എന്ന തരത്തിലേക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ദുരൂഹതയുള്ളത് ഞങ്ങൾക്കല്ല, ദുരൂഹതയുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദുരൂഹത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെതിരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ദേവസ്വം വിജിലൻസും പിന്നെ കണ്ടെത്തലും ഇദ്ദേഹത്തിന് ദുരൂഹത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോടതിയോട് മാത്രമേ നമുക്ക് ഏത് കാര്യവും ഇദ്ദേഹത്തിനെതിരായ അന്വേഷണം വേണമെന്ന കാര്യമായാലും ഏത് കാര്യമായാലും നമുക്ക് കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം ഒരു ദുരൂഹമായ വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം ഇരിക്കുന്ന ഒരു സാധനം അത് ദേവസ്വം ബോർഡിൽ സമർപ്പിച്ചു, ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചതാണ് എന്നിങ്ങനെ കള്ളം പറയും ഇദ്ദേഹം. അപ്പൊ സ്വാഭാവികമായും ദുരൂഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾക്ക് പക്ഷേ കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അതെ, പക്ഷേ ഇതിലിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തെ മാത്രം കേന്ദ്രീകരിച്ചാകരുത് അന്വേഷണം എന്നുള്ളതാണല്ലോ. ഇതിൽ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡും 2019 മുതൽ നടന്ന കാര്യങ്ങളിൽ അവർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടായെന്നല്ലേ? സ്വാഭാവികമായും 2019 പിന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടാവാം, സംശയമില്ല. ആ കാര്യത്തിൽ പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയില്ലേ? അങ്ങനെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. അത് തർക്കമെന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് 2025 ഇപ്പൊ ചെന്നൈയിൽ കൊണ്ടുപോയതിൽ സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അത് അവിടെ നിന്ന് വീണ്ടും ഈ ശബരിമലയിൽ കൊണ്ടുപോയി പുനഃസ്ഥാപിക്കുവാനും പിന്നെ ശ്രീകോവിലിന്റെ വാതിലിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് അതിന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും കോടതി ഞങ്ങൾക്കിപ്പോ ഇത് സ്വർണ്ണക്കവചം പുനഃസ്ഥാപിക്കുവാനും ശ്രീകോവിലിന്റെ വാതിലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള പെർമിഷൻ തന്നിരിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് 2019 ഉദ്യോഗസ്ഥർ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ നടപടി ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഈ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിൽ ഈ ഭാരം കുറഞ്ഞു പോയതിലൊക്കെ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ്. ഇത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതാണെന്ന് അറിയാം. പക്ഷെ എങ്കിൽ പോലും അത് എങ്ങനെ സംഭവിച്ചിരിക്കാം? കാരണം ഇപ്പോൾ ശ്രീ പി എസ് പ്രശാന്ത് പലതരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ചെമ്പുപാളിയാണ്, അത് തിരിച്ച് അഴിച്ചു കൊണ്ടുപോയതല്ല തിരികെ കൊണ്ടുവന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അതിനെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്കും അതിനെയൊക്കെ സംബന്ധിച്ച് സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കണം, അതിൽ തർക്കമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം അത് കോടതിയുടെ പരിഗണനയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കോടതിയോടെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും, അത് തർക്കം വേണ്ട. അതൊരു സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. വേണം. കാരണം ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിപ്പോ ഞാനാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, നിലവിലുള്ള പ്രസിഡന്റ്. അപ്പൊ സ്വാഭാവികമായും ഇത് സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കണം. അതിന് സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇത് കലങ്ങി തെളിയണം, മനസ്സിലായില്ലേ? ഇതിൽ ഏത് ഉദ്യോഗസ്ഥൻ ഇത്തരം വ്യക്തികളെ സാധിച്ചിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരണം. കൃത്യമായ അന്വേഷണം വേണം. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. കോടതിയോട് ഞങ്ങൾ അങ്ങനെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിലൊരു സംശയമുള്ളത് ശ്രീ പി എസ് പ്രശാന്ത്, താങ്കൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. 2019 കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. താങ്കൾക്ക് അതുമായി ബന്ധമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ ഇങ്ങനെ ഒരു കാര്യം അത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് 2019 ബോർഡ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കാനായിരുന്നില്ല. അത് ശാസ്ത്രവിധി പ്രകാരം കൃത്യമായി അത് പിന്നെ തിരുവാഭരണം കമ്മീഷന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു ബോർഡ്. ഞാൻ 2019 ബോർഡ് തരവിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ പിന്നീട് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ നിലപാട്. അത് കൃത്യമായി കോടതിയെ അറിയിക്കുകയും ചെയ്യും.
വളരെ നന്ദി ശ്രീ പി എസ് പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് 24-നോട് പ്രതികരിച്ചത്. സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. വിശദമായി തന്നെ ഒരു ചോദ്യം ചെയ്യലേക്ക് കടക്കും. സമഗ്രമായ അന്വേഷണം വേണം. 2019 സംഭവിച്ചതിലും വലിയ ദുരൂഹതയുണ്ട്, അവിടെയും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് വിശദീകരിച്ചത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യമെന്ന് അദ്ദേഹം പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.